ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ടാബ്ലറ്റ് ഇട്ട പാല് ജീവനെ കൊണ്ട് കൊടുക്കാനായിട്ട് വരികയാണ് നിത്യ. ആ പാലിൽ ടാബ്ലറ്റ് ഇടുന്നത് ജീവൻ കണ്ടിരുന്നു. ജീവൻ ഹോളിൽ ഇരിക്കുകയാണ്. നേരെ ജീവന്റെ അരികിലേക്ക് പാലുമായി വന്നിരിക്കുകയാണ് നിത്യ. ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ ജീവന്റെ മുന്നിൽ ആ പാൽ വെച്ചു. എന്നിട്ട് നിത്യ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ജീവൻ പിന്നിൽ നിന്ന് വിളിച്ചു, ഒന്ന് നിന്നേ എന്ന്. നിത്യ തിരിഞ്ഞു നോക്കി. അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നു. അച്ഛൻ പുറത്തുണ്ട് എന്നെ നിത്യ പറയുന്നു. എന്താ മോളെ എന്ന് ചോദിച്ച് അവിടേക്ക് അച്ഛൻ എത്തി. ഒന്നുമില്ല, അച്ഛനെ അവിടെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് ജീവൻ പറയുന്നുണ്ട്. മോളെ, നീ ഒന്ന് വീട് വരെ പോണം കേട്ടോ. ഇത് കേട്ട് ജീവൻ പറയുന്നുണ്ട്, അവിടെ ആരുമില്ലല്ലോ, പിന്നെ എന്തിനാ നിത്യ അവിടേക്ക് പോകുന്നത്? പോസ്റ്റ് ഓഫീസിൽ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. അവിടെ ആ പുഞ്ചിക്കൽ സമരവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കൂടി നിവേദനവും മറ്റോ കൊടുത്തിരുന്നതല്ലേ, അതിൻ്റെതായിരിക്കും. ജീവൻ പറയുന്നു, അച്ഛനല്ലേ ഒപ്പിട്ട് വാങ്ങേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ രാവിലെ അത്യാവശ്യമായി ഓഫീസിലേക്ക് പോകണം, വൈകുന്നേരം ഞാൻ അച്ഛനെ കൊണ്ടുവിടാം. അല്ല മോനെ, എൻ്റെ പേരിലല്ല, നിത്യമോളാണ് നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇപ്പോൾ കത്ത് വന്നിരിക്കുന്നതും നിത്യമോളുടെ പേരിലാണ്, ഇവള് തന്നെ പോയി വാങ്ങണമെന്നേ. രാവിലെ പോയാൽ പെട്ടെന്ന് വരാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ ജീവൻ നിത്യയോട് പറയുന്നുണ്ട്, എന്നാ പിന്നെ താൻ പോയിട്ട് വാടോ. ഞാൻ പോകാം അച്ഛാ എന്ന് നിത്യ. കൂട്ടത്തിൽ വീട്ടിലൊന്ന് കയറിയിട്ട് തുറന്ന് നോക്കണം, അല്ല ചെതലോ മറ്റോ കയറിയിട്ടെങ്കിൽ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് പോരെ എന്ന് അച്ഛൻ പറയുന്നു. ശരി അച്ഛാ എന്ന് നിത്യയും. നിത്യ കിച്ചണിലേക്ക് പോയ സമയം അച്ഛൻ ഇങ്ങനെ ജീവനോട് പറയുന്നു, ആ ഭൂമി പ്രശ്നം കുറച്ച് കുഴപ്പം പിടിച്ച കേസാണ്. ഉള്ളത് കുറച്ചാണെങ്കിലും അത് മോനും കൂടി ഉള്ളതല്ലേ. അച്ഛനെ അത് കൃത്യമായിട്ട് നോക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അതെ അതെ, അച്ഛനും അച്ഛൻ്റെ മോളും എല്ലാത്തിലും കൃത്യതയുള്ള ആളാണല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് അവ പേടിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പാൽ ഗ്ലാസുമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ജീവൻ ആ പാല് പുറത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. ദേഷ്യത്തോടെ ഗ്ലാസ്സിലേക്ക് നോക്കുകയാണ് ജീവൻ. പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിൽ കുഞ്ഞിനിങ്ങനെ ഡിബ്ലക്കുപ്പിയിൽ പാല് കൊടുക്കുകയാണ് ഹരി. അതാണെങ്കിൽ കുഞ്ഞ് കുടിക്കുന്നതുമില്ല. കുടിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിരാശയോടെ ഇരിക്കുകയാണ് ഹരി. എന്താ എന്ന് ചോദിച്ച അമ്മാവൻ അവിടേക്ക് വന്നപ്പോൾ ഹരി പറയുന്നു, അവള് കരച്ചിൽ നിർത്തുന്നില്ല, നേരത്തെ കുറച്ച് പാല് കുടിച്ചതാ, ഇപ്പോൾ കൊടുത്തിട്ട് കുടിക്കുന്നതുമില്ല. അസ്വസ്ഥതയോ വയറുവേദനയോ എന്തെങ്കിലും ആയിരിക്കോടാ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, ഒന്നും അല്ലായിരിക്കും. ഈ പ്രായത്തിലുള്ള കുട്ടികൾ അമ്മയുടെ ചൂട് പറ്റിക്കിടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. എന്നാ പിന്നെ കുഞ്ഞിനെ ഞാൻ അവളുടെ അടുത്ത് പോയി കൊണ്ടു കിടത്താം എന്ന് അമ്മാവൻ പറയുകയും കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. വേണ്ട, ഈ സമയം വരെ ഞാൻ അവളുടെ മുന്നിൽ നിന്ന് കെഞ്ചുകയായിരുന്നു. അവള് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അമ്മാവ, സത്യം പറയാലോ, എനിക്ക് ഈ കുഞ്ഞിനെ തനിച്ച് അവളുടെ അടുത്ത് കിടത്താൻ പേടിയാണ്. എന്തെങ്കിലും ചെയ്യാൻ പോലും അവൾ മടിക്കില്ല എന്നൊക്കെ ഹരി പറയുന്നു. പിന്നെ എന്താടാ ചെയ്യുന്നത് എന്ന് അമ്മാവൻ. ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് പുറത്തിറങ്ങി നടന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ചിലപ്പോൾ പുറത്ത് നടന്നാൽ എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, നീ എന്താ ഹരി പറയുന്നത്? നൂലുകെട്ട് കഴിയാത്ത കുഞ്ഞ് അവനെ കൊണ്ട് പുറത്ത് പോകുവാന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ആചാരങ്ങളൊന്നും അതേപടി നടക്കുന്നില്ലല്ലോ അമ്മാവ. ലാളിച്ച് വളർത്തേണ്ടവർ അതിന് തയ്യാറല്ലെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്തല്ലേ പറ്റൂ എന്ന് ഹരി പറയുകയും കുഞ്ഞിന്റെ അടുത്തിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും കുറച്ചു നേരം കൂടി നമുക്കൊന്ന് നോക്കാടാ. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കരച്ചിൽ നിർത്തിക്കോളും. വേണമെങ്കിൽ കുഞ്ഞിനെ ഞാൻ കുറച്ചു നേരം എടുക്കാം. ഇത് കേട്ട് ഹരി പറയുന്നു, വേണ്ട അമ്മാവ, അവൾ എൻ്റെ അടുത്ത് ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മാവൻ വീണയുടെ അരികിലേക്ക് പോയിരുന്നു. നിരാശയോടെ ഇപ്പോൾ തിരികെ ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ദുഷ്ടത്തി, ഞാനിപ്പോൾ അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവൾ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ആ നാശത്തിനെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കൂടെ എന്ന്. ഇത് കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് ഹരി. പണ്ടത്തെ പോലെ ശപിച്ച് കല്ല് മണ്ണും ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അവളെ ശപിച്ചേനെ എന്ന് അമ്മാവൻ പറയുന്നു. അതെങ്ങനെയാ? മനസ്സിൽ ദുഷ്ടതയുള്ളവരാണല്ലോ എല്ലാവരേക്കാൾ വളരുന്നത്. വിട്ടേക്ക് അമ്മാവ, കുഞ്ഞിന്റെ കാര്യത്തിൽ ഇനി വീണയൊന്നും പറയണ്ട. അവൾ കുഞ്ഞിനെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് ഹരി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നിത്യ സാറയെയും മനുവിനെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. പുറത്തു വെച്ചാണ് അവർ കാണുന്നത്. സാറയും മനുവും നിത്യയുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു. എന്താണ് അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞത് എന്നൊക്കെ സാറ നിത്യയോട് ചോദിക്കുമ്പോൾ നിത്യ മനുവിനെ നോക്കുന്നു. ജ്യോതിയെ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുന്നു. അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജ്യോതി നിന്നോട് പറഞ്ഞോ എന്നാ ചോദിച്ചത് എന്നൊക്കെ നിത്യ ദേഷ്യത്തോടെ പറയുമ്പോൾ മനു പറഞ്ഞു. പരിഹാരമായിട്ട് നീ എന്താണ് ജ്യോതിയോട് തിരിച്ചു പറഞ്ഞത് എന്ന് നിത്യ മനുവിനോട് ചോദിക്കുന്നു. മനു ഒന്നും മിണ്ടുന്നില്ല. ഒന്നും പറഞ്ഞില്ല അല്ലേ? അതോ പറയാൻ ഉദ്ദേശിക്കുന്നത് അറിഞ്ഞത് എന്തായാലും അനുഭവിച്ചു എന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊന്നും സാറയ്ക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. സാറ് നിത്യയോട് ചോദിക്കുന്നു, നിത്യ എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഇവർ രണ്ടുപേരും കൂടി ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ചോദിച്ചു നോക്കവനോട്. എനിക്ക് നിത്യ പറയുമ്പോൾ സാറ മനുവിനോട് കാര്യം തിരക്കി. അത് ഞാനും ജ്യോതിയും തമ്മിൽ. അത്രയും മനു പറയുമ്പോൾ ബാക്കി മനു പറയുന്നില്ല. നിത്യ തന്നെ പറയുന്നുണ്ട് പ്രേമമാണെന്ന്. പ്രേമത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. ഏറ്റവും കുഴപ്പം പിടിച്ച സ്ഥലത്തല്ലേ ഇത് പൊട്ടിമുളയ്ക്കൂ. വീട്ടിൽ ജീവനുണ്ടാക്കുന്ന ബഹളങ്ങൾ, ഒരാൾക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം, ഏത് നിമിഷവും വയലന്റ് ആവുന്ന ജീവന്റെ സ്വഭാവം, സാറയോട് ജീവനുള്ള ദേഷ്യം, ഇവനോടുള്ള ഒരു സാമീപ്യം, അതും എല്ലാം ഇവൻ മറന്നു. ഒരാണും പെണ്ണും ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രശ്നമുണ്ടായിട്ടല്ല. പക്ഷേ ഇവരുടെ പ്രവൃത്തി ആരെയാണ് ബാധിക്കുന്നത് സാറ? എന്നെ ബാധിക്കില്ലേ? നിന്നെ ബാധിക്കില്ലേ? ആ കുടുംബത്തിനെ മുഴുവനും ബാധിക്കില്ലേ? ഇരിക്കെ പറയുമ്പോൾ സാറ മനുവിനോട് ചോദിക്കുന്നു, മനു എന്താടാ ഇത്? സുജാത ആന്റിയുടെ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നിത്യ നമ്മളോട് സംസാരിക്കാറുള്ളതല്ലേ? ജീവൻ ഒരു അപകടകാരിയാണെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു തന്നു. എന്നിട്ടാണോ നീ അങ്ങനെ കാണിച്ചത്? സോറി ചേച്ചി എന്നൊക്കെ മനു സാറയോട് പറയുമ്പോൾ സാറ പറയുന്നുണ്ട്, നിന്റെ സോറിയൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ പ്രായത്തിൽ പ്രണയത്തിന്റെ തീവ്രത നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ തമ്മിൽ കാണുക പോലും ചെയ്യരുത്. മനു പറയുന്നു സോറി ചേച്ചി എന്ന്. അങ്ങനെ ഒരാളുടെ കൂടെ നിത്യ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എത്ര തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവള് വീണ്ടും നരകത്തിലേക്ക് ചവിട്ടിയിടുകയാണോ നീ ചെയ്യുന്നത് എന്നെ സാറ പറയുമ്പോൾ നിത്യ പറയുന്നു, എന്റെ കാര്യം വിട്ടേക്ക്. ഒരു ജന്മം മുഴുവനും കരയാൻ വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചത് തന്നെ. പക്ഷേ ഇപ്പോൾ ജ്യോതിയുടെ അവസ്ഥ എന്താണെന്ന് സാറയ്ക്കറിയാമോ? ഇവർ തമ്മിൽ സംസാരിക്കുന്നതും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും വേറെ ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്നു. അവർ ഫോട്ടോസ് അയച്ചു കൊടുത്ത് ജ്യോതിയെ ഭീഷണിപ്പെടുത്തുന്നു. ഏത് നിമിഷവും ജീവനെയും കുടുംബത്തെയും അത് കാണിക്കുമെന്ന് പറഞ്ഞ് വിരട്ടുന്നു. ഇന്ന് അവിടെ വീട്ടിലേക്ക് കയറി വന്നത് സകലത് നഷ്ടപ്പെട്ടവളെ പോലെയാണ്. 4-5 ദിവസത്തിന്റെ പ്രണയത്തിന്റെ കൂലി. ജ്യോതിയോട് പറഞ്ഞു. ഞാൻ എന്റെ ഫോണിൽ വിളിച്ച അയാളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊക്കെ മനു പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ബുദ്ധിയില്ലാത്തവരാണല്ലോ. നീ വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കാനായിട്ട്. ഒരു കാര്യം ഞാൻ പറയാം മനു, ആ ഫോട്ടോസ് ഏതെങ്കിലും ജീവൻ കണ്ടാൽ സ്വന്തം അനുജത്തിയാണെന്ന് അയാൾ നോക്കില്ല. ആ പെൺകുട്ടി അയാൾ കൊല്ലും. അഥവാ അത് കാണുന്നത് ആ കുടുംബം മൊത്തത്തിലാണെങ്കിൽ അവൾ സ്വയം ഇല്ലാണ്ടാകും എന്നൊക്കെ നിത്യ ഇങ്ങനെ മനുവിനോട് പറയുന്നുണ്ട്. മനുവിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥ. നിങ്ങൾക്കൊരു തോന്നലുണ്ടല്ലോ എന്ത് കാര്യവും നേരിടാനുള്ള ധൈര്യമുണ്ടെന്ന്. അതൊക്കെ വെറുതെയാണ്. കൊള്ളാവുന്ന ഒരു പ്രശ്നം വന്നാൽ നേരിടാനാകാതെ തളർന്ന് കിടക്കും നിങ്ങൾ. ജ്യോതി ഇപ്പോൾ ആ അവസ്ഥയിൽ കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. മനു പറയുന്നു, ചേച്ചി പേടിക്കണ്ട. അവളെ ബുദ്ധിമുട്ടിക്കുന്നത് ആരായാലും എങ്ങനെയെങ്കിലും ഞാൻ അയാളെ കണ്ടെത്തിയാൽ നല്ലത്. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് മുൻകൂട്ടി പറയാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ നിത്യ പറയുന്നു. സാറ ഞാൻ വീട്ടിലേക്ക് പോവാണ്, പെട്ടെന്ന് തിരിച്ചു വരികയും വേണം എന്നൊക്കെ നിത്യ സാറയോട് പറയുന്നു. നിത്യ ഈ കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുവദിക്കില്ലായിരുന്നു. എന്തായാലും സംഭവിച്ചു പോയില്ലേ. ഇനി മറ്റു കുഴപ്പങ്ങളൊന്നും കൂടാതെ നമുക്ക് നോക്കാം. നിത്യ പോയിട്ട് വരൂ എന്ന് സാറ പറയുന്നുണ്ട്. അങ്ങനെ നിത്യ പോകുന്നു. ദേഷ്യത്തോടെ സാറ മനുവിനോട് പറയുന്നു, നിനക്ക് വേറെ ഒരു പണിയില്ലായിരുന്നോടാ? എടാ നിങ്ങൾ ആണും പെണ്ണും ഇടകലർന്ന് നടക്കുമ്പോൾ ഞങ്ങളത് അനുവദിച്ച് തരുന്നില്ലേ? അപ്പോൾ എന്തായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ? നിങ്ങൾ തമ്മിൽ തെറ്റായ ഒരു കാര്യവും സംഭവിക്കില്ലെന്ന്, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ വളരുമ്പോൾ സ്വാതന്ത്ര്യം തന്നവർ അത് തെറ്റായി പോയെന്ന് കരുതും. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. ജോലിക്ക് ഇനിയൊരു ഭീഷണി സന്തോഷവും വരാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. മനസ്സിലായോ നിനക്ക്? അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ സാറയും അവിടെ നിന്ന് പോയി. വല്ലാത്ത ടെൻഷനോടെ നിൽക്കുകയാണ് മനു. പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിൽ. കുഞ്ഞിനെ എടുത്ത് തോളത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹരി. തൊട്ടു പിന്നാലെ കളിപ്പാട്ടവുമായി അമ്മവൻ പിറകെ തന്നെയുണ്ട്. എന്നാൽ വീണ ഇതൊന്നും മനസ്സിലാക്കാതെ ഫോണിൽ നോക്കിയിരിക്കുന്നു. കുഞ്ഞാണെങ്കിൽ എത്ര നോക്കിയിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. ഞാനെന്തായാലും കുഞ്ഞിനെ എടുത്ത് പുറത്തേക്കൊന്ന് പോയി നോക്കാം. നമ്മളെ കൊണ്ട് സാധിക്കാത്തത് പ്രകൃതിയെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? പാടവരമ്പത്ത് ഞാനും കുറേ കിടന്നുറങ്ങിയിട്ടുള്ളതാണ് അന്ന് എൻ്റെ അമ്മയെ പ്രതീക്ഷിച്ച്. ചിലപ്പോൾ ഈ കുഞ്ഞും അതായിരിക്കും വിധി എന്നൊക്കെ ഹരി പറയുന്നു. ഞാൻ പോയിട്ട് വരാം അമ്മാവ എന്ന് പറഞ്ഞ് കുഞ്ഞുമായിട്ട് ഹരി പോകാൻ തുടങ്ങുകയാണ്. ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു ടവലൊക്കെ എടുത്തിടുകയാണ് ഹരി. ഹരി പോയപ്പോൾ വളരെ സങ്കടത്തോടെ അവിടെ ഇരിക്കുകയാണ് അമ്മാവൻ. ഹരി കുഞ്ഞുമായി പുറത്തു പോകുന്നത് ബാൽക്കണിയിലല്ല മുകളിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പാടത്തൂടെ നടക്കുകയാണ് ഹരി. അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. 2 പേരെ പാടത്ത് ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് ആ പാടത്ത് അവിടെ ഒരു ഭാഗത്ത് തെങ്ങിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ് ഹരി. എന്നിട്ട് കുഞ്ഞിനെ ആ നിലത്ത് കിടത്തുകയാണ്. ഒരു തുണി വിരിച്ചിട്ടാണ് കിടത്തുന്നത്. ആ സമയത്ത് അവിടെ 2 പേര് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഒരു ചേട്ടൻ വിളിച്ചു പറയുന്നു, ഹരി പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ? ഇദ്ദേഹത്തിന്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചെന്ന് തോന്നുന്നു. ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് ഹരി. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്,
ഇവിടെ ഇരുന്ന് ഈ വാവയെ ഒന്ന് കളിപ്പിക്കണം കേട്ടോ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഹരി ഇപ്പോൾ അയാളുടെ അടുത്തേക്ക് പോകുന്നു. കുട്ടികളാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ഹരി നോക്കി, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവർ. എന്നാൽ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് പോയിരുന്നു. അവിടെ ഒരു ഐസ്ക്രീം വണ്ടി പോയപ്പോൾ അവർ അതിൻ്റെ പിറകെ ആ കുട്ടികൾ അതിൻ്റെ പിറകെ പോവുകയാണ്. കുഞ്ഞിനെ നോക്കാനിപ്പോൾ ആരും തന്നെയില്ല. ഈ സമയത്ത് ആ പാടവരമ്പത്തൂടെ ഇങ്ങനെ നടന്നു വരികയാണ് നിത്യ. കുഞ്ഞ് ഒറ്റയ്ക്ക് കിടക്കുകയാണെന്ന് ഹരിയും വിചാരിച്ചില്ലായിരുന്നു. കുട്ടികളെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. എന്നാൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ അരികിലേക്ക് ഒരു പാമ്പ് വരുന്നുണ്ട്. നിത്യയും അവിടെ കണ്ട ഒരു ചേട്ടനോടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് വരുന്നത്. കുഞ്ഞിൻ്റെ തൊട്ടരികിൽ ഇപ്പോൾ ആ പാമ്പിരിക്കുന്നു. ആ സമയത്താണ് നിത്യ ആ കാഴ്ച കാണുന്നത്. ആ കാഴ്ച കണ്ട് ഭയന്ന് നിൽക്കുകയാണ് നിത്യയും. നിത്യ കുഞ്ഞിൻ്റെ അരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് കുഞ്ഞിനെ എടുത്തു. ഈ സമയം കൊണ്ട് പാമ്പ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവിടെയൊക്കെ നിത്യ നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. 2 ചേച്ചിമാർ അവിടേക്ക് വരുന്നു. ചേച്ചിമാരെ ഒന്ന് ഇവിടം വരെ വരുമോ എന്ന് നിത്യ അവരോട് പറയുന്നു. അങ്ങനെ 2 പേരും അവിടേക്ക് ഓടിയെത്തി. ഈ കുഞ്ഞിനെ ആരാ ഇവിടെ കിടത്തിയത്? പാമ്പ് വന്ന് കുഞ്ഞിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമായിരുന്നു. ഞാനിപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ നിത്യ പറയുമ്പോൾ ആ ചേച്ചി പറയുന്നു, ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനെ ഇവിടെ തനിച്ച് കിടത്തിയിരിക്കുകയാണോ, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. ഈ സമയത്ത് കുട്ടികളും അവിടേക്ക് വന്നു. കുഞ്ഞിനെ ആരവിടെ കിടത്തിയത്? ഇത് ആരുടെ കുഞ്ഞാണെന്ന് അറിയാമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഇത് ഹരിയേട്ടൻ്റെ കുഞ്ഞാണെന്ന് ആ കുട്ടികൾ പറയുന്നു. ഹരിയേട്ടനാണോ? എന്നിട്ട് ഹരിയേട്ടൻ എവിടെയെന്ന് ആ സ്ത്രീ ചോദിക്കുന്നു. ഹരിയേട്ടൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ച് നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് ആ ചേച്ചി ചോദിക്കുന്നുണ്ട്. കുഞ്ഞിനെ ഇപ്പോൾ പാമ്പ് കൊത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾ പറയുന്നു, ഞങ്ങളിപ്പോൾ ഐസ്ക്രീം വണ്ടി വന്നപ്പോൾ പോയതാണ്. എന്ത് പണിയാ മക്കളെ, ചെറിയ കുട്ടിയല്ലേ, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണ്ടേ? ഒന്നും പറ്റാതിരുന്നത് ഭാഗ്യം എന്നൊക്കെ നിത്യ പറയുന്നു. ചേച്ചി, നിങ്ങൾക്ക് ആളറിയാമെങ്കിൽ ഈ കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകുമോ എന്നൊക്കെ ആ ചേച്ചിമാരോട് നിത്യ ചോദിക്കുന്നു. ഇങ്ങോട്ട് അന്നേക്ക് ഹരി ഇവിടെ പാടത്ത് കാണുമെന്ന് അവർ പറയുന്നു. കുഞ്ഞിനെ ഒരു ചുംബനം കൊടുക്കുകയാണ് നിത്യ. ഈ സമയം ഹരിയും അവിടേക്ക് വരുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.